ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർകെ നെക്സ്റ്റ്. സോ മക്കളെ, +1 A+ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന മക്കൾക്ക് ഒരു സന്തോഷ വാർത്ത കിട്ടും. +2 +1 A+ നഷ്ടപ്പെട്ടവർക്കും +2 A+ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള സന്തോഷ വാർത്തയുമായിട്ടാണ് 100% ചാൻസ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നമുക്ക് ഒരാളുടെ റിസൾട്ട് നോക്കാം. ഇത് നോക്കാം മക്കൾ, ഇവിടെ നോക്കിയാൽ കെമിസ്ട്രിക്ക് ഈ കുട്ടിക്ക് ആദ്യ വർഷം +1 60 മാർക്ക് അവൻ എഴുതി കിട്ടിയിരുന്നു തിയറിക്ക്, 20 മാർക്ക് സി മാർക്കും കിട്ടി, 80 മാർക്ക് 80 മാർക്കും +1 കിട്ടിയ കുട്ടിയാണ്. പക്ഷെ +2 എത്തിയപ്പോ അതായത് ഒരു രക്ഷയും ഇല്ലാണ്ട് +1 പഠിച്ച കുട്ടിയാണ്, മുഴുവൻ മാർക്കും അടിച്ചെടുത്ത കുട്ടിയാണ് +1. പക്ഷെ റിസൾട്ട് വന്നപ്പോ അവൻ എ ഗ്രേഡ് ആയി പോയി കെമിസ്ട്രിക്ക്. അവൻ ഉഴപ്പി, +2 അവൻ ഉഴപ്പി അല്ലേ. അപ്പൊ +1 ഫുൾ മാർക്ക് ആണെന്ന്, ഇത് ശരിക്കുള്ള ഒരു റിസൾട്ട് ആണ്. അപ്പൊ +1 ഫുൾ മാർക്ക് ആണെന്ന് കരുതി ഞാൻ സ്റ്റേബിൾ ആണെന്ന് കരുതി ഇരിക്കരുത്. +2 നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി +1 മാർക്ക് കുറഞ്ഞവരെ എന്ത് ചെയ്യാന്നുള്ളതാണ് ഇനി പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. +1 എങ്ങനെയാലും മാർക്ക് കുറച്ച് കൂടുതൽ കിട്ടും. +2 വരുന്നതാണ് ഡബിൾ വാല്യുവേഷൻ. ആവില്ല, എൻട്രൻസിന് കൂട്ടുന്ന സബ്ജക്റ്റുകളാണ് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ. അത് കുറച്ച് ടൈറ്റ് ആക്കും, ട്രിപ്പിൾ ഇവാലുവേഷൻ ആയിരിക്കും. എനിവേ മക്കളെ, 180 മാർക്ക് +1ഉം +2ഉം കൂട്ടി നിങ്ങൾ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? A+ നേടാം. എങ്ങനെ ചാൻസ് ഉണ്ടോ നമ്മൾ നോക്കുക. ഇപ്പൊ +1 ചെറിയ മാർക്ക് ആണെങ്കിൽ പോലും +2 A+ എത്തും. നമ്മളൊന്ന് കാണിച്ചു തരാം. നമുക്ക് +1 ഇപ്പൊ നിങ്ങൾക്ക് 60 40 മാർക്കാണ് തിയറിക്ക് കിട്ടിയതെന്ന് കരുതുക. +20 നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? സി മാർക്ക് കിട്ടി. അങ്ങനെ മൊത്തം നിങ്ങൾക്ക് ഇപ്പൊ 80 എത്ര മാർക്ക് ഉണ്ട്? 60 മാർക്കാണ് +1 കിട്ടിയത്. അപ്പൊ ഇനി ഒരിക്കലും A+ കിട്ടില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുകയാണ് നിലവിളിക്കേണ്ട. അതായത് 60 മാർക്ക് വാങ്ങിയ ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് A+ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരയുന്ന ഒരുപാട് മക്കൾ. അവരോടാണ് പറയുന്നത്, ഒന്നും പേടിക്കേണ്ട. +2 നല്ല മാർക്ക് വാങ്ങി നമ്മൾ A+ അപ്പൊ നമുക്ക് +2 എത്തിയിരിക്കുകയാണ് നമ്മള്. ഇപ്പൊ നമുക്ക് 80 60 മാർക്കാണ്. ഇപ്പൊ കെമിസ്ട്രി പോലെ പ്രാക്ടിക്കൽ ഉള്ള ഒരു സബ്ജക്ട് അല്ലെ, ഫിസിക്സ് ബയോളജിക്ക് നിങ്ങൾക്ക് 80 60 ആണെന്ന് കരുതുക. ഇവിടെയും നിങ്ങൾക്ക് എന്തുണ്ട്? തിയറി ഉണ്ട്, 60 അതിൽ നിങ്ങൾ ഫുൾ മാർക്ക് മേടിച്ചു എന്ന് കരുതുക. ഇവിടെ നിങ്ങൾക്ക് സി മാർക്ക് ഉണ്ട് 20, അതിലും നിങ്ങൾക്ക് 20 എന്ന് കിട്ടിയെന്ന് കരുതുക. ഇനി ഇവിടെ എന്തുണ്ട്? പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, അതിന് എത്ര മാർക്കാണ്? 40 മാർക്കാണ്. 40 യെസ്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി മാത്സിനും ഇപ്പൊ പ്രാക്ടിക്കൽ ഉണ്ട്, 40 മാർക്ക് അവിടെ നിന്നും കിട്ടും. യെസ്. അപ്പൊ പ്രാക്ടിക്കലിലും നിങ്ങൾ 40 മേടിച്ചെങ്കിൽ മൊത്തം ഇത് രണ്ട് മക്കളെ, ഈ രണ്ട് സംഭവം 100% കൺഫേംഡ് ആണ്. ഇത് ഈ മാർക്ക് നിങ്ങൾ പേടിക്കണം, ഇതൊക്കെ കിട്ടുമോ എന്ന് ചോദിക്കണം. ഇത് രണ്ടും നിങ്ങൾ കിട്ടിക്കഴിഞ്ഞതാ അല്ലേ. പ്രാക്ടിക്കല് ഒരു ചെറിയ മിസ്റ്റേക്ക് വരുത്തിയാൽ ഒന്നും വലിയതായിട്ട് പ്രശ്നമില്ല. നിങ്ങൾക്ക് മാക്സിമം പ്രാക്ടിക്കൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാം, ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അത് രണ്ടും നമ്മൾ കൺഫേംഡ് ആണ്. ഇതിന്റെ കാര്യം മാത്രമേ ഒന്ന് സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ. അതല്ല, പ്രാക്ടിക്കൽ എങ്ങനെ പഠിക്കാം, ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും വരുത്താതെ ഫുൾ മാർക്ക് എങ്ങനെ നേടാന്നൊക്കെ നമ്മൾ നമ്മുടെ വീഡിയോസ് ആയിട്ട് ചാനലിൽ പറയും. ഓക്കെ, അപ്പൊ നോക്കുക, ഇത്രയുമാണ് നിങ്ങളുടെ പ്രാക്ടിക്കലും സി മാർക്കും. അപ്പൊ ഇത്രയും മാർക്ക് നിങ്ങൾ തിയറിക്കും കൂടി എഴുതിയെടുക്കാൻ സാധിച്ചാൽ, ഇത് 60 കിട്ടിയ ഒരു 20 മാർക്ക് നഷ്ടപ്പെട്ട ഒരാളെ സംബന്ധിച്ച 19 മാർക്ക് നഷ്ടപ്പെട്ട ആൾക്ക് 60 59 മതി, 18 നഷ്ടപ്പെട്ട ആൾക്ക് 60 58 മതി. യെസ്. അപ്പൊ എനിവേ 20 മാർക്ക് നഷ്ടപ്പെട്ടാൽ പോലും +1 ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടാം? A+ നേടാം. പക്ഷേ +1 ഫുൾ മാർക്ക് വാങ്ങിയവനും +2 എന്ത് ചെയ്യും? നേരത്തെ കണ്ടില്ലേ, നന്നായിട്ട് വർക്ക് ചെയ്യണം മക്കളെ. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ഇയർ ആണ്. രണ്ട് കയ്യിലും NCERT, രണ്ട് ബുക്കിലെ രണ്ട് കയ്യിലും NCERT ഇങ്ങനെ കൂട്ടി പിടിക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. 180 മാർക്ക് കിട്ടിയാൽ എന്താണ്? A+ ആണ്. 160 മുതൽ 179 വരെ A ഗ്രേഡ് ആയിരിക്കും. അത് B+ 140 to 159, B 120 to 130. നിങ്ങൾക്ക് അറിയാലോ, C+ 100 to 119. അപ്പൊ ഇതായിരിക്കും ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. അപ്പൊ ഏറ്റവും നന്നായിട്ട് പഠിക്കുക, NCERT ഫോക്കസ് ചെയ്ത് പഠിക്കുക, ലാബൊക്കെ ഇപ്പൊ തന്നെ റെക്കോർഡൊക്കെ എഴുതി NCERT കയ്യിൽ പിടിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങൾക്കും ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, ബൈ.